കുട്ടികളിലെ ഹോർമോൺ തകരാറുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ഇവയെ തിരിച്ചറിയുന്നത്? നമ്മുടെ കുട്ടികളിൽ അല്ലെങ്കിൽ മുതിർന്നവരിൽ കാണുന്ന പ്രധാനപ്പെട്ട ഹോർമോൺസ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോൺ, തൈറോയ്ഡ് ഹോർമോൺ, ഇൻസുലിൻ ഹോർമോൺ, പിന്നെ പാരാതൈറോയ്ഡ് ഹോർമോൺ, അതുപോലെ ഓവറീസ് അല്ലെങ്കിൽ അണ്ടാശയങ്ങളിൽ നിന്നുണ്ടാകുന്ന ഈസ്ട്രോജൻ, ആൺകുട്ടികളിൽ ഉണ്ടാകുന്ന ടെസ്റ്റോസ്റ്ററോൺ, വൃഷണങ്ങളിൽ നിന്നുണ്ടാകുന്ന ടെസ്റ്റോസ്റ്ററോൺ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഹോർമോൺസ്. ഇവ എങ്ങനെയാണ് ഇവയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ കുട്ടികളെ പല തരത്തിലുള്ള രോഗലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നത്? ഈ പറഞ്ഞ എല്ലാ ഹോർമോൺസും കുട്ടികൾ പ്രധാനമായും ബാധിക്കുന്നത് അവരുടെ വളർച്ചയാണ്, ശാരീരിക വളർച്ചയാണ്. അപ്പം നമുക്കറിയാം, ജനിച്ച് ആദ്യത്തെ 3 വയസ്സിനുള്ളിൽ ഈ ശാരീരിക വളർച്ചയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോൺ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഹോർമോണാണ്. അത് ശാരീരിക വളർച്ചയെ മാത്രമല്ല, ബൗദ്ധിക വളർച്ചയും ബുദ്ധിപരമായ വികാസത്തെയും തൈറോയ്ഡ് ഹോർമോണിന്റെ അഭാവം വളരെ ദോഷകരമായി ബാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എല്ലാ ആശുപത്രികളിലും ജനിച്ച ഉടനെ തന്നെ നവജാത ശിശുവിൻ്റെ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, നിർബന്ധമായും ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ജനിക്കുമ്പോൾ ആദ്യത്തെ 2-3 ആഴ്ച ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ ചില പ്രകടമാകുകയില്ല. എന്നിരുന്നാൽ കണ്ടുപിടിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ ചികിത്സ ആരംഭിക്കുകയാണെങ്കിൽ ഈ ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ അഭാവം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമാന്ദ്യം നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും, വരാതെ ഇരിക്കാൻ സാധിക്കും. ഇനി ഒരുപക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്തില്ല എന്നിരിക്കെ ഈ ജനിക്കുന്ന കുഞ്ഞിന് ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ അഭാവം ഉണ്ടെങ്കിൽ പതിയെ ഓരോരോ ലക്ഷണങ്ങളായിട്ട് പുറത്തു വരും. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് അമിതമായിട്ടുള്ള ഉറക്കം. അമ്മമാർക്ക് എപ്പോഴും നല്ലതായിരിക്കും, കുട്ടി കരയാതെ എപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരു കുട്ടിയായിരിക്കും, ഒരു ശല്യവും ഇല്ലാത്തൊരു കുട്ടി എന്നാണ് സാധാരണ പറയാറുള്ളത്. അതുപോലെ കുട്ടികൾക്കുണ്ടാകുന്ന മഞ്ഞക്കാമല, നിയോനറ്റൽ ജോണ്ടിസ് മാറാതെ കുറച്ച് നാൾ തുടർച്ചയായിട്ട് 2 ആഴ്ചയിൽ കൂടുതൽ തുടർച്ചയായിട്ട് നിൽക്കുക, കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം, സ്കിൻ ത്വക്കില് വളരെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന്, പിന്നെ കുട്ടികളിൽ നമ്മൾ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ്, ഇപ്പം കഴുത്തുറക്കുക, കമന്ന് കിടക്കുക, ഇരിക്കുക, അങ്ങനെയുള്ള ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസിലുള്ള താമസം, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഹൈപ്പോതൈറോയിഡിസം കാരണം നവജാത ശിശുക്കളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ഈ സമയം നമ്മൾ കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ പതിയെ കുട്ടിയുടെ വികാസത്തെ ബാധിക്കുകയും ബുദ്ധിമാന്ദ്യം, അതായത് പെർമനന്റ് ആയിട്ടുള്ള സ്ഥായി ആയിട്ടുള്ള ബുദ്ധിമാന്ദ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതുപോലെ കുഞ്ഞ് വളരുന്ന അനുസരിച്ച് കുഞ്ഞിന്റെ ഉയരത്തിനെ വളരെ സാരമായി ബാധിക്കുകയും വളരെ ഉള്ളനായിട്ടുള്ള കുട്ടിയായിട്ട് മാറാനും സാധ്യതയുണ്ട് തൈറോയ്ഡ് ഹോർമോണിന്റെ അഭാവം കൃത്യസമയത്ത് ചികിത്സിച്ചു. ഈ ഒരു അവസ്ഥ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതുമാണ്, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചികിത്സിക്കാവുന്ന ഒരു അസുഖമാണ് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം അഥവാ ജന്മനാ ഉണ്ടാകുന്ന തൈറോയ്ഡ് ഹോർമോണിന്റെ അഭാവം. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ രക്തത്തിലെ TSH എന്ന ബ്ലഡ് ടെസ്റ്റ് മുഖേനയാണ്. സാധാരണഗതിയിൽ 3 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 10-ന് താഴെയാണ് നോർമൽ വാല്യൂ. അതിന് മുകളിലേക്കാണ് TSH വാല്യൂ എങ്കിൽ നമ്മൾ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കൺഫേം ചെയ്തിട്ട് അതിൻ്റെ കൃത്യമായ ചികിത്സ നിർദ്ദേശിക്കാറുണ്ട്. തൈറോയ്ഡ് ഹോർമോൺ ടാബ്ലറ്റ്സ് ആയിട്ടാണ് ഇതിൻ്റെ ചികിത്സ നിർദ്ദേശിക്കുന്നത്. കുട്ടിയുടെ ഭാരമനുസരിച്ച്, തൂക്കമനുസരിച്ചുള്ള ഡോസാണ് ഡോക്ടേഴ്സ് സാധാരണ ഈ അസുഖത്തിന് വേണ്ടി നിർദ്ദേശിക്കുന്നത്. അത് കൃത്യമായ കാലയളവുകളിൽ രക്തപരിശോധന ചെയ്ത് അതിനനുസരിച്ചുള്ള ഡോസസ് അഡ്ജസ്റ്റ് ചെയ്താണ് മുന്നോട്ട് ചികിത്സ പോകുന്നത്. അപ്പോൾ പലപ്പോഴും ഈ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ചികിത്സ നിർദ്ദേശിക്കുമ്പോൾ പാരൻസിന് വളരെ ആശങ്കയാണ്. ചെറിയ കുഞ്ഞിന് തൈറോയ്ഡ് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണോ ഡോക്ടറെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അവർക്ക് എന്തോ വളരെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയായിട്ടാണ് അതിനെ പലരും വിശദീകരിക്കാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ഹോർമോൺ അങ്ങനെ മുതിർന്നവർക്ക് മാത്രം വരുന്ന ഒരു അസുഖമല്ല, കുട്ടികളിൽ വളരെയധികം കണ്ടുവരാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് ഹോർമോണിന്റെ ആവശ്യമുള്ളതും കുട്ടിക്കാലത്ത് തന്നെയാണ്. അവരുടെ ശാരീരിക മാനസിക വളർച്ച നടക്കുന്ന സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയില്ല. ആ കുട്ടിയിലുണ്ടാകുന്ന ആ വളർച്ചക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യവും നമുക്ക് ഒരിക്കലും തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനാൽ തന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഈ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുന്നേ തന്നെ ഈ ഒരു അവസ്ഥ കണ്ടുപിടിക്കുന്നതിന്, ഇപ്പം നമ്മുടെ സമൂഹത്തിൽ 1000-ൽ ഒരാൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കുട്ടികളെ തള്ളി വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും നേരത്തെ രോഗം കണ്ടുപിടിച്ച് ചികിത്സ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ട് ജനിച്ച് 3-ാമത്തെ ദിവസം ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള രക്തപരിശോധനയിലൂടെ ഈ രോഗം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ഹോർമോൺ ചികിത്സ തീർച്ചയായിട്ടും
കുട്ടികൾ അവലംബിക്കേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം പലരും ചോദിക്കുന്നത്, സ്ഥിരമായിട്ട് കാലാകാലങ്ങളോടും, അതായത് ലൈഫ് ലോങ് ഇതിൻ്റെ ചികിത്സ ഇത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണോ എന്നതാണ്. ഇപ്പോൾ ജന്മനാ ഉള്ള ഹൈപ്പോതൈറോയിഡിസം 2 തരത്തിലുണ്ട്. പെർമനൻ്റ് ആയിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടുകൊണ്ട് ടെമ്പററി ആയിട്ടുള്ള ചില കണ്ടീഷൻസും ഉണ്ട്. ഇപ്പോൾ ഒരു 50% കുട്ടികളിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവം, ഗ്രന്ഥി ഉണ്ടാകുന്നതിലുള്ള പാകപ്പിഴയോ അല്ലെങ്കിൽ ഗ്രന്ഥിയിൽ നിന്ന് ഹോർമോൺസ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിൽ എന്തെങ്കിലും പാകപ്പിഴയോ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് സാധിക്കാതെ വരും. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇത് ജീവിതകാലം മുഴുവനും ഈ മരുന്ന് കഴിക്കേണ്ടി വരും. കഴിക്കാതിരിക്കുന്നതാണ് കുട്ടിക്ക് ദോഷം ചെയ്യുന്നത്. വളർച്ച പ്രായം കഴിയുമ്പോഴത്തേക്കും മുതിർന്ന ആൾക്കാരിലും തൈറോയ്ഡ് ഹോർമോണിൻ്റെ ആവശ്യമുണ്ട്. പല പല ശാരീരിക പ്രവർത്തനങ്ങൾക്കും നമുക്ക് ക്ഷീണം മാറാനും മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തിനൊക്കെ വളരെ അത്യാവശ്യമാണ് തൈറോയ്ഡ് ഹോർമോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പെർമനൻ്റ് ആയിട്ടുള്ള ഡിഫക്റ്റ് ഉള്ള ആൾക്കാരിൽ ഈ ഹോർമോൺ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. എന്നാൽ ചില അവസരങ്ങളിൽ സ്ഥായിയായിട്ടുള്ള അല്ലാതെ ടെമ്പററി ആയിട്ടുള്ള ചില ഡിഫക്റ്റ് കാരണവും തൈറോയിഡിൻ്റെ ഈ TSH ചില വേരിയേഷൻസ് കാണാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ യൂഷ്വലി സാധാരണ 3 വയസ്സ് വരെ മരുന്ന് തുടർന്നിട്ട് 3 വയസ്സിൽ റീ ഇവാലുവേഷൻ, അതായത് തിരിച്ച് ഇത് പെർമനൻ്റ് ആണോ എന്ന് അറിയുന്നതിനുള്ള ടെസ്റ്റുകൾ ലഭ്യമാണ്. ആ ടെസ്റ്റുകൾ ചെയ്ത് പെർമനൻ്റ് അല്ല എന്ന് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ വയസ്സ് വെച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. മറ്റവസരങ്ങളിൽ ഇത് തുടരെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ലോങ് ടേം നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്.